ഹലോ മക്കളെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് 10ാം ക്ലാസ്സിലെ ബഹുപദങ്ങൾ പോളിനോമിയൽസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. നിങ്ങൾക്കറിയാം ഈ ചാപ്റ്റർ നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ രണ്ടാകൃതി സമവാക്യങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ആദ്യം പറയുന്നത് നമുക്ക് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റിയാൽ ഇത് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടായി അല്ലേ. അപ്പോൾ നമുക്ക് ഫൈൻഡ് ദ പ്രൊഡക്റ്റ് ഓഫ് x+2 x+7. ഇവിടെ ഈ x+2 x+7ൻ്റെ പ്രൊഡക്റ്റ് കണ്ടെത്താനാണ് പറഞ്ഞത് അല്ലേ. ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രൊഡക്റ്റ് x+2ൻ്റെയും x+7ൻ്റെയും പ്രൊഡക്റ്റ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചോളൂ. നമ്മളതിൽ പഠിച്ചതാണ് x² പ്ലസ് a+b ഇൻറ്റു എക്സ് പ്ലസ് AB. ഈ ഒരു പോളിനോമിയലിനെയാണ് നമുക്ക് ഈ ഫോമിലേക്ക് മാറ്റി എഴുതാൻ പറ്റുക. എങ്ങനെ? x+a ഇൻറ്റു x+b. അപ്പം x² പ്ലസ് a+b ഇൻറ്റു എക്സ് പ്ലസ് AB എന്ന് പറഞ്ഞാൽ ഈ ഒരു പോളിനോമിയലിനെയാണ്, ഈ ഒരു ബഹുപദത്തിനെയാണ് നമുക്ക് ഏത് ഫോമിലേക്ക് മാറ്റി എഴുതാൻ പറ്റുക? x+a ഇൻറ്റു x+b. ഇതിൻ്റെ കൂടെ തന്നെ ഇത് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒന്നുകൂടെ പറയട്ടെ. x² മൈനസ് a+b ഇൻറ്റു എക്സ് പ്ലസ് AB എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് എന്തെഴുതാം? x-a ഇൻറ്റു x-b എന്നെഴുതാം അല്ലേ. നമുക്ക് ആ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇത് നേരെ തിരിച്ചാണ്. നോക്കിക്കേ എങ്ങനെയാ? x+2 ഇൻറ്റു x+7 എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുക അല്ലേ. അപ്പോൾ ഇവിടെ എക്ക് പകരം ഇവിടെ 2 ആണ്, എക്ക് പകരം ഇവിടെ 2 ആണ്. അതുപോലെ തന്നെ ബിക്ക് പകരം ഇവിടെ എന്താണ്? 7 ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്റ്റ് നമുക്ക് എങ്ങനെ എഴുതാം? ഇതിൻ്റെ ഗുണനഫലം നമുക്ക് എങ്ങനെ എഴുതാം മക്കളെ? നോക്കിക്കേ, x² ദാറ്റ്സ് ഈക്വൽ ടു x² പ്ലസ് ഈ എയും ബിയും ആഡ് ചെയ്യുക, 2ഉം 7ഉം ആഡ് ചെയ്യുക. 2ഉം 7ഉം ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 9 കിട്ടുക അല്ലേ. 9x പ്ലസ് ലാസ്റ്റ് അവിടെ നോക്ക്, നമ്മുടെ ഇക്വേഷൻ എഴുതി വെച്ചാൽ AB ആണ്, a ഇൻറ്റു ബി ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എങ്ങനെ പറയാം? 2 ഇൻറ്റു 7 എന്ന് പറയാം, അതായത് 14 എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റ്, അതിൻ്റെ ഗുണനഫലം എന്ന് പറയുന്നത് x² പ്ലസ് 9x പ്ലസ് 14 ആണ് കേട്ടോ. ഇനി അടുത്തത് ഇതേപോലെ എങ്ങനെ വരിക? x² പ്ലസ് നോക്കി, ഇവിടെ ആഡ് ചെയ്യേണ്ടത് 8ഉം -3ഉം ആണ് ആഡ് ചെയ്യേണ്ടത് അല്ലേ. 8ഉം -3 ആഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും, 8 പ്ലസ് -3 എന്ന് വരും അല്ലേ. അതായത് 8 -3 എന്നാണ് വരിക. 8 -3 എന്ന് പറഞ്ഞാൽ എത്രയാ? 5 ആ വരിക അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് എങ്ങനെ എഴുതാ പറഞ്ഞേ? 8 പ്ലസ് -3 എന്ന് പറഞ്ഞാൽ 8 -3 എന്ന് പറഞ്ഞാൽ എന്താ? 5 ആണ്. 5x പ്ലസ് ഇനി അടുത്തത് 8 ഇൻറ്റു -7 എന്നാണ് അല്ലേ. അപ്പോൾ 8 ഇൻറ്റു -3 എന്നാണ്. 8 ഇൻറ്റു -3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -24 എന്ന് വരും അല്ലേ. അങ്ങനെയല്ലേ വരിക? -24 എന്നല്ലേ വരിക. അപ്പോൾ ഇവിടെ പ്ലസ് ഇട്ട് എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് എഴുതിയാൽ മതി? -24 എന്ന് എഴുതിയാൽ മതി. മനസ്സിലായോ? ഞാൻ അടുത്തത് നോക്കിക്കേ, x² -3ഉം -7ഉം ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ -10 ആ കിട്ടുക. അപ്പം -10x പ്ലസ് -3 ഇൻറ്റു -7 എന്ന് പറഞ്ഞാൽ എന്താണ്? +21 ആ കിട്ടുക. അപ്പോൾ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ എഴുതി കഴിഞ്ഞു അല്ലേ. ഫസ്റ്റ് നോക്ക്, 2 + 7 9, 2 ഇൻറ്റു 7 14, 8 -3 5, 8 ഇൻറ്റു -3 -24, -3 + -7 -10, -3 ഇൻറ്റു -7 +21. അപ്പോൾ ആൻസർ x² - 10x +21 എന്ന് കിട്ടി. ക്ലിയർ ആയോ? ദെൻ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് കുറച്ച് ഓപ്ഷനാണ്. നമുക്ക് എക്സാമിനൊക്കെ ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ പ്രൊഡക്റ്റ് ഓഫ് x+2 ഇൻറ്റു x+8 ഈസ്, ഇതിൻ്റെ രണ്ടിൻ്റെയും ഗുണനഫലമാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതിൽ ഇംഗ്ലീഷ് മീഡിയത്തിനും മലയാളം മീഡിയത്തിനൊക്കെ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ദ പ്രൊഡക്റ്റ് ഓഫ് x+2 ആൻഡ് x+8, ഇതിൻ്റെ രണ്ടിൻ്റെയും ഗുണനഫലം ഇതിൽ ഏതാണെന്ന് ചോദിച്ചത് അല്ലേ. അപ്പോൾ ഇതിൽ 2 + 8 ആണ് അടുത്ത് വരിക. x² പ്ലസ് 2 + 8, 2 + 8 എന്ന് പറഞ്ഞാൽ 10 ആണ് അല്ലേ. 10x ഇൻറ്റു 2 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ എന്താ? 16. അത് ഇതിലുണ്ടോ നോക്ക്, ഇത് തന്നെയാണ് അല്ലേ. അതായത് 2 + 8 10, 2 ഇൻറ്റു 8 16. അപ്പോൾ x² + 10x + 16 ഇതാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ.
ഇനി നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ അത് ഒന്നുകൂടെ തന്നത് എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെഴുതാം എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് ഇതാ എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി എ ഇൻറ്റു ബി ഇതല്ലേ നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി. ഇനി അതേപോലെ രണ്ടാമത് എഴുതിയ ഇക്വേഷൻ എന്താ എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് എ പ്ലസ് ബി അല്ലെ എക്സ് സ്ക്വയർ മൈനസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് ഇതാ ഇത് എ പ്ലസ് ബി എന്നുള്ളതിന് പകരം അതിൽ ബി പ്ലസ് എ എന്ന് എഴുതിയെന്നുള്ളൂ കേട്ടോ എക്സ് സ്ക്വയർ മൈനസ് ബി പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് എ ബി. ഓക്കെ ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 7 ഈക്വൽ ടു എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി ആണെങ്കിൽ എ പ്ലസ് ബി ഏതാന്നുള്ളത് കാണുക ഒരു പണിയില്ല അല്ലേ ഇതിൽ നോക്കി ഇതിൽ എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് 7 എന്നാ ഇതാണ് എ അല്ലേ ഇതാണ് ബി എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി എന്താ അതായത് 3 + 7 എന്താ 10 ആണ് ആൻസർ അല്ലേ 3 + 7 10. ഇനി അടുത്ത് നോക്കിക്കേ എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2 ഇസ് ഈക്വൽ ടു ഡാഷ് ഇവിടെയുള്ള പോളിനോമിയൽ ഇതിൻ്റെ പ്രൊഡക്റ്റായിട്ട് രണ്ടിൻ്റെ ഗുണനഫലമായിട്ട് ഇവിടെ എഴുതാൻ പറ്റുന്നത് എങ്ങനെയാണെന്നുള്ളത് ഈ താഴത്തെ ഓപ്ഷൻ നമ്മൾ കണ്ടെത്തണം. നോക്കിയേ ഇത് എ പ്ലസ് ബി ആണ് ഇവിടെ 3 എന്ന് പറയുന്നത് അല്ലേ ഞാൻ ഇവിടെ എഴുതാം എ പ്ലസ് ബി ആണ് ഇവിടെ 3 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എ ബി ആണ് ഈ 2 എന്ന് പറയുന്നത് എ ബി ആണ് ആ 2 എന്ന് പറയുന്നത്. ആഡ് ചെയ്യുമ്പോൾ 3യും മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 2വും കിട്ടുന്നത് ഏതാ 2 1 അല്ലേ 2 + 1 അല്ലേ 3 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 2 × 1 അല്ലേ 2 എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എ എന്ന് പറയുന്നത് 2 ആണ് ബി എന്ന് പറയുന്നത് ഏതാ 1 ആണ്. അത് വരുന്നുണ്ടോ നോക്ക് ഇതാ ഇതല്ലേ എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 1 ഈ നെഗറ്റീവ് ഉള്ളതില്ല ഇവിടെ 3 വരുന്നതില്ല അതേപോലെ ഇവിടെ 2 1 ആയിട്ടുള്ളതും ഇല്ല. അപ്പോൾ ആൻസർ എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 1. അപ്പോൾ അങ്ങനെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കഴിഞ്ഞു കേട്ടോ. ഈ കാണുന്നതാണ് ഈ ഓരോ ചോദ്യത്തിൻ്റെയും ആൻസർ നമ്മുടെ ആ ഓപ്ഷനിൽ കണ്ടെഴുതി കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ദെൻ റൈറ്റ് എക്സ് സ്ക്വയർ പ്ലസ് 10x പ്ലസ് 24 ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ്. ഈ ബഹുപദത്തിനെ 2 ഒന്നാംകൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമാക്കി എഴുതാനാണ് പറഞ്ഞത് അല്ലേ ഏതിനെ എക്സ് സ്ക്വയർ പ്ലസ് 10x പ്ലസ് 24. ഓക്കെ ഇവിടെ നോക്കിക്കോളൂ അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 10x പ്ലസ് 24 ഇതിനെ 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ 2 ഒന്നാംകൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമാക്കി എഴുതി വെക്കണം അല്ലേ ഇങ്ങനെ ഇതുപോലെ പ്രൊഡക്റ്റായിട്ട് എഴുതി വെക്കണം. അതെങ്ങനെയെന്നുള്ളതാണ് ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ എ പ്ലസ് ബി എന്ന് പറയുന്നത് 10 ആണ് അല്ലേ എ പ്ലസ് ബി എന്ന് പറയുന്നത് 10 ആണ്. അതേപോലെ എ ബി എന്ന് പറയുന്നത് 24 ആണ്. നിങ്ങൾ നോക്കേണ്ടത് ആഡ് ചെയ്യുമ്പോൾ 10 കിട്ടണം മൾട്ടിപ്പിൾ ചെയ്യുന്ന സമയത്ത് 24 കിട്ടണം. അങ്ങനത്തെ 2 നമ്പേഴ്സ് ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്ക്. ആഡ് ചെയ്യുമ്പോൾ 10 കിട്ടണം മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 24 കിട്ടണം. അങ്ങനത്തെ 2 നമ്പർ ഏതാ 6 × 4 അല്ലേ 24 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 6 + 4 അല്ലേ 10 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഫാക്ടർ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറയുന്നത് എക്സ് പ്ലസ് 6 ആണ്. അടുത്തത് എക്സ് പ്ലസ് 4 ആണ്. ഓക്കെ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്താ അത് ഇതിൽ ചോദിച്ചിട്ടൊന്നുമില്ല നമുക്കതൊന്ന് കണ്ടെത്താം. ഇതിൻ്റെ സൊല്യൂഷൻ ഏതാ എക്സ് പ്ലസ് 6 ഇതിൻ്റെ ഒരു ഫാക്ടർ ആണെങ്കിൽ അതിൻ്റെ സൊല്യൂഷനാണ് -6. എക്സ് പ്ലസ് 4 ഇതിൻ്റെ ഫാക്ടർ ആണെങ്കിൽ ഘടകമാണെങ്കിൽ അതിൻ്റെ സൊല്യൂഷനാണ് അതിൻ്റെ പരിഹാരമാണ് -4. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ പരിഹാരം എന്ന് പറയുന്നത് -6ഉം -4ഉം ആണ് കേട്ടോ. പ്ലസ് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റാണ് വരിക -6 -4. ഇവിടെ എക്സ് -6ഉം എക്സ് -4 ആണെങ്കിലോ ഇതിൻ്റെ സൊല്യൂഷൻ ഏതാ ഇതിൻ്റെ പരിഹാരം ഏതാ +6ഉം ആയിരിക്കും +4ഉം ആയിരിക്കും. മനസ്സിലായോ ഇത് രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ട് ഇതിൻ്റെ സൊല്യൂഷൻ പരിഹാരം എന്ന് പറയുന്നത് -6ഉം -4ഉം ആയിരിക്കും. ഓക്കെ അത് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ എഴുതാത്തത് കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 7x പ്ലസ് 10 അല്ലേ. ഈ എന്ന രണ്ടാംകൃതി ബഹുപദത്തെ 2 ഒന്നാംകൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമാക്കി എഴുതുക. റൈറ്റ് ദിസ് പോളിനോമിയൽ ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ്. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 7x പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 7x പ്ലസ് 10 അല്ലേ ഇതിനെ പ്രൊഡക്റ്റായിട്ട് എഴുതാനാണ് പറഞ്ഞത് അല്ലേ. ഇവിടെ നോക്കിയേ എ പ്ലസ് ബി എന്ന് പറയുന്നത് -7 ആക്കിയെടുക്കാം നമുക്ക്.
എ ബി എന്ന് പറയുന്നത് 10 ആക്കി എടുത്തു അല്ലേ. നോക്കിക്കേ, ഈ എ ബി എന്ന് പറയുമ്പോൾ 5 × 2 ആണ് എന്ത് 10 എന്ന് പറയുന്നത് അല്ലേ. പക്ഷേ 5 + 2 എന്ന് പറഞ്ഞാൽ 7 വരിക, -7 അല്ലല്ലോ വരുന്നത്. അപ്പോൾ ആ -7 വരണമെങ്കിൽ ഇത് -5 ആയിരിക്കണം, ഇത് -2 ആയിരിക്കണം. നോക്കിയേ, ഇവിടെ -5 × -2 തന്നെയല്ലേ +10 എന്ന് പറയുന്നത്. അപ്പോൾ -5ഉം -2ഉം ആഡ് ചെയ്യുമ്പോഴാണ്, കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, -7 കിട്ടുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ ഫാക്ടേഴ്സ്, ഇതിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതുന്നത്, ഗുണനഫലാക്കി എഴുതുന്നത് എങ്ങനെയാണ്? ഇവിടെ -5 ആയതുകൊണ്ട് x-5 എന്ന് എഴുതാം. ഇവിടെ -2 ആയതുകൊണ്ട് x-2 ആക്കി എഴുതാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രൊഡക്റ്റ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ അത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, ഈക്വേഷൻ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഇത് ഇവിടെ മൈനസും ഇവിടെ പ്ലസ്സും ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി, ഇതും മൈനസായിരിക്കും ഇതും മൈനസായിരിക്കും എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നോക്കുക, കൂട്ടുന്ന സമയത്ത് 7, ഗുണിക്കുന്ന സമയത്ത് 10 കിട്ടുന്നത് 5ഉം 2ഉം, രണ്ടോർത്തും മൈനസ് കൊടുത്ത് എഴുതിയാൽ മതി. -5 -2. മക്കളെ ഞാൻ ചോദിക്കട്ടെ, ഇതിൻ്റെ സൊല്യൂഷൻ എന്താ, പരിഹാരം എന്താ? x-5 ഫാക്ടർ ആണെങ്കിൽ, ഇതിൻ്റെ ഘടകമാണെങ്കിൽ സൊല്യൂഷൻ പരിഹാരം എന്ന് പറയുന്നത് +5 ആണ്. x-2 ഇതിൻ്റെ ഒരു ഫാക്ടർ ആണെങ്കിൽ, ഘടകമാണെങ്കിൽ അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്, അതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് +2 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ പരിഹാരം എന്ന് പറയുന്നത് +5ഉം +2ഉം ആയിരിക്കും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതാ, if x + 2 is a factor of x² + mx + 18. ദാ, ഈ പോളിനോമിയലിൻ്റെ ഒരു ഫാക്ടറാണ്, ഒരു ഘടകമാണ് x + 2. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് എം. എമ്മിൻ്റെ സ്ഥാനത്തുള്ള സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചത്. ഇതിൽ എമ്മിന് പകരം എഴുതാവുന്ന സംഖ്യ ഏതാണെന്നുള്ളതാണ് ചോദിച്ചത്. വളരെ സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചിരുന്നോ? അപ്പോൾ നമുക്ക് അതൊന്ന് എടുത്തെഴുതാം. x² + mx + 18. ഇതിൻ്റെ ഒരു ഫാക്ടറാണ്, ഒരു ഘടകമാണ് x + 2. അടുത്ത ഫാക്ടർ, അടുത്ത ഘടകം ഏതോ ഒന്നുണ്ട് അല്ലേ. നമുക്കിതിൽ എം എന്താന്നുള്ളത് കണ്ടെത്തിയാൽ മാത്രം മതി. അപ്പോൾ ഈ 18 എന്ന് പറയുന്നത് എ ബി അല്ലേ, ഈ 18 എന്ന് പറയുന്നത് അല്ലേ, എ ബി ആണ് ഈ 18 എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ a + b × x + ab ഇങ്ങനെയല്ല ഇക്വേഷൻ എഴുതുക. x² + a + b × x + ab ഇങ്ങനെയാണ് നമ്മൾ ആ ഇക്വേഷൻ എഴുതുക, ആ സമവാക്യം എഴുതുക. അതിൽ ഈ എ ബി ആണ് ഈ 18. അതിൽ ഒരു വാല്യൂ നമുക്കറിയാം, 2 ആണ് അല്ലേ. 2നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴാണ് 18 കിട്ടുക? 9 കൊണ്ടല്ലേ അല്ലേ. 2നെ 9 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴല്ലേ 18 കിട്ടുക. അപ്പോൾ ഈ എം എന്ന് പറഞ്ഞ സാധനം ഏതാ? a + b ആണ്. ഈ എം എന്ന് പറയുന്നത് a + b ആണ്. അപ്പോൾ അത് രണ്ടും ഇവിടെ ഉണ്ടല്ലോ, 2ഉം 9ഉം അല്ലേ. 2 + 9, 2 + 9 എന്താ? 11 കേട്ടോ. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ 11. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയി. ഓക്കെ, ഇനി അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കിക്കേ. റൈറ്റ് ദ അതർ ഫാക്ടർ ഓഫ് ദിസ് പോളിനോമിയൽ. ഇതിൻ്റെ അടുത്ത മറ്റൊരു ഘടകം ഏതാണെന്നാണ് ചോദിച്ചത് അല്ലേ. വളരെ ഈസിയാണ്. അതിൽ എ അറിയാം, a 2 ആണ്. അപ്പോൾ x + 2 എന്ന് എഴുതി അല്ലേ. ഇനി അടുത്തത് ബിയും നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു, അത് 9 ആണ് അല്ലേ, 9 ആണ്. അപ്പോൾ അടുത്ത ഫാക്ടർ, അടുത്ത ഘടകം എന്ന് പറയുന്നത് x + 9 അല്ലേ. ഇവിടെ 2 ആണെങ്കിൽ x + 2 + 9 ആണെങ്കിൽ x + 9. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഫാക്ടർ, അടുത്ത ഘടകം എന്ന് പറയുന്നത് x + 9 ആണ്. ഈസിയായി ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മളത് കഴിഞ്ഞു. ക്ലിയർ ആയോ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. യെസ്, ഈ ചാപ്റ്ററിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് പ്രീ മോഡൽ എക്സാമിനും മോഡൽ എക്സാമിനൊക്കെ വന്നിട്ടുള്ള ചോദ്യം തന്നെയായിരിക്കും. x² + 31x + 228 = x + a × x + b. Then find a + b and a - b. a + bയും a - bയും കണ്ടെത്തുക അല്ലേ. അപ്പോൾ അവിടെ ശ്രദ്ധിച്ചിരുന്നോ? ഇതെന്ന് ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് a + b ഏതാന്നുള്ളതാണ്. ഇതിൽ ഏതാ a + b എന്ന് പറയുന്നത്? ഇതാ, ഈ 31 ആണ് അല്ലേ. ഇത് 31 ആണ് a + b എന്ന് പറയുന്നത്. അപ്പം നമുക്കതൊന്ന് എടുത്തെഴുതാം. a + b 31 ആണ്. a + b 31 ആണ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഈ കാണുന്നതല്ലേ ഇതിൻ്റെ എ ബി എന്ന് പറയുന്നത് 228 എന്ന് പറയുന്നതല്ലേ എ ബി. അപ്പം എ ബി എന്ന് പറയുന്നത്
228 ആണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലുള്ള ഒരു കാര്യം നമുക്ക് കിട്ടി, ഏതാ? എ പ്ലസ് ബി എന്നുള്ളത് കിട്ടി. എ പ്ലസ് ബി കിട്ടി. എ പ്ലസ് ബി എത്രയാ? 31 ആണ്. എ ബി ചോദിച്ചിട്ടൊന്നുമില്ല, നമ്മളത് എഴുതിയെടുത്തു. എ ബി 228 ആണ്. പക്ഷേ ഇനി എന്ത് കാണണം? എ മൈനസ് ബി കാണണം. എന്ത് കാണണം? എ മൈനസ് ബി കാണണം. അപ്പോൾ എ മൈനസ് ബി കണ്ടെത്താൻ നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താ? എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് 4ab അല്ലേ. എ മൈനസ് ബി ഹോൾ സ്ക്വയർ കണ്ടെത്താൻ ഇക്വേഷൻ ആണ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് 4ab. ഓക്കെ, ദെൻ അടുത്തത് ഇതിൽ വാല്യൂസ് അപ്ലൈ ചെയ്യുക. നമ്മൾ ഇവിടെ 31 എന്ന് വരും. അപ്പോൾ 31 സ്ക്വയർ എന്ന് വരും അല്ലേ. 31 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ ബി നമുക്ക് കിട്ടിയിട്ടുണ്ട് 228 ആണ് അല്ലേ. 31 സ്ക്വയർ എന്ന് പറയുമ്പോൾ 961 വരിക. 961 എന്ന് കിട്ടി. ഇനി മൈനസ് അടുത്ത നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. 4 ഇൻറ്റു 228 നമുക്ക് 912 എന്ന് കിട്ടും അല്ലേ. അത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 49 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നോക്കിയാൽ മക്കളെ, എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ് നമുക്ക് 49 എന്ന് കിട്ടിയത്, 49 എന്ന് കിട്ടിയത്. അപ്പോൾ അതിന് എ മൈനസ് ബി കണ്ടെത്താൻ വേണ്ടിയിട്ട് 49ന് 49ന് റൂട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആൻസർ 7 എന്ന് കിട്ടും. മനസ്സിലായോ? ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. കാരണം എ പ്ലസ് ബി ഇവിടെ കണ്ടെത്തി വെച്ചിട്ടുണ്ട്, എ മൈനസ് ബി ഇവിടെ കണ്ടെത്തും ചെയ്തു. ഒന്നുകൂടെ പറയാം, എ പ്ലസ് ബി എന്ന് പറയുന്നത് ഇതിൽ നിന്നാണ് കിട്ടിയത് 31, എ ബി എന്ന് പറയുന്നത് 228 ആണ്. ഇനി നമ്മുടെ എ മൈനസ് ബി കണ്ടെത്താൻ ഇക്വേഷൻ ആണ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് 4ab. അതിൽ അപ്ലൈ ചെയ്തു. 31 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 228 സിംപ്ലിഫൈ ചെയ്ത് 49 കിട്ടി. സ്ക്വയർ കളയാൻ വേണ്ടി റൂട്ട് കൊടുത്തു. 49 റൂട്ട് 7. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കിക്കേ. റൈറ്റ് ദിസ് പോളിനോമിയൽ ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ്. 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് ഇതിനെ എഴുതി വെക്കണം. അത് എഴുതണം എന്നുണ്ടെങ്കിൽ മക്കളതിൽ എയുടെയും ബിയുടെയും വാല്യൂ അറിയണ്ടേ. എയുടെയും ബിയുടെയും വാല്യൂ ഇങ്ങനെ കണ്ടെത്തുക. നമുക്കറിയുന്ന കാര്യമാണ്. എ പ്ലസ് ബി എന്ന് നമുക്കറിയാം. എ പ്ലസ് ബി എന്ന് പറയുന്നത് 31 ആണ് അല്ലേ. അതേപോലെ എ മൈനസ് ബി നമുക്കറിയാം. എ മൈനസ് ബി ഈക്വൽ ടു 7 ആണ്. നമ്മൾ 9th പഠിച്ചതാണ്. ഇങ്ങനെ 2 ഇക്വേഷൻ എ പ്ലസ് ബി എ മൈനസ് ബി 2 ഇക്വേഷൻ കിട്ടുകയാണെങ്കിൽ ഇത് രണ്ടും ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? 2a ആയിരിക്കും. ഇത് രണ്ടും ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? 2a ആയിരിക്കും. അപ്പോൾ 2a ഈക്വൽ ടു പറഞ്ഞ മനസ്സിലായോ? എയും ആഡ് ചെയ്യുമ്പോൾ 2a പ്ലസ് ബിയും മൈനസ് ബിയും ആഡ് ചെയ്യുന്ന സമയത്ത് ക്യാൻസൽ ചെയ്യും. 31 7 ആഡ് ചെയ്യുമ്പോൾ 38 എന്ന് കിട്ടും. 38 എന്ന് കിട്ടും. അപ്പോൾ 2a ഈക്വൽ ടു 38 ആണെങ്കിൽ a ഈസ് ഈക്വൽ ടു 38 ഡിവൈഡഡ് ബൈ 2 ദാറ്റ്സ് ഈക്വൽ ടു 19. അപ്പോൾ എയുടെ വാല്യൂ കിട്ടിയല്ലോ. എയുടെ വാല്യൂ എന്താ? 19. ഇനി അടുത്ത് എന്ത് കണ്ടെത്തണം? ബിയുടെ വാല്യൂ കണ്ടെത്തണം അല്ലേ. നമ്മൾ ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കുക. നമുക്ക് ആ എ പ്ലസ് ബി തന്നെ എടുക്കുക. എ പ്ലസ് ബി ഈക്വൽ ടു 31 ആണ് അല്ലേ. അതിൽ എയുടെ വാല്യൂ നമ്മൾ കിട്ടിയതാണ് 19 ആണ്. അപ്പോൾ ആ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 31 എന്നാണ് അല്ലേ. പ്ലസ് ബി ഈക്വൽ ടു 31 എന്നാണ്. അപ്പോൾ ഇതിന്ന് ബി കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ 31 നിന്ന് 19 മൈനസ് ചെയ്യണം. അപ്പോൾ ആൻസർ 12 എന്ന് കിട്ടും. ആൻസർ എന്ത് കിട്ടും? 12 എന്ന് കിട്ടും. പറഞ്ഞാൽ മനസ്സിലായോ? ഇപ്പം എയും ആയി, അതേപോലെ ബിയും ആയി. ഇനി ഇത് പ്രൊഡക്റ്റ് ആയിട്ട് എഴുതി വെച്ചാൽ പോരെ, ഗുണനഫലാക്കി എഴുതി വെച്ചാൽ പോരെ. ആ ഇക്വേഷൻ നമുക്കൊന്ന് എടുത്തെഴുതാം അല്ലേ. എക്സ് സ്ക്വയർ പ്ലസ് 31x പ്ലസ് 228 അതല്ലേ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ അല്ലേ. എക്സ് സ്ക്വയർ പ്ലസ് 31x പ്ലസ് 228 ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് എത്ര നമ്മളെ എ കിട്ടിയത്? 19 ഇൻറ്റു എക്സ് പ്ലസ് എത്ര ബി കിട്ടിയത്? 12. ഇതാണ് ആ പോളിനോമിയലിൻ്റെ 2 ഫസ്റ്റ് ഡിഗ്രി പ്രൊഡക്റ്റ്, 2 ഒന്നാം കൃതി ഗുണനഫലങ്ങൾ കേട്ടോ. പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ മൈനസ് ബി കണ്ടെത്താനായിരുന്നു. ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് എ മൈനസ് ബി കണ്ടെത്തി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതിനെ 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാൻ 2 ഒന്നാം കൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമാക്കി എഴുതി വയ്ക്കാനായിരുന്നു. അത് നമ്മൾ എഴുതി. ആൻസർ x പ്ലസ് 19 ഇൻറ്റു എക്സ് പ്ലസ് 12. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. യെസ്.
At what point does the graph of the polynomial 3x square minus 7x minus 6 cross the x-axis? ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നൊരു ഒരു ലൈൻ ഉണ്ടാവും. ആ ലൈന് എക്സ് ആക്സിസിനെ കട്ട് ചെയ്ത് പോവുകയാണ്. ആ കട്ട് ചെയ്ത് പോകുന്ന പോയിന്റിലെ കോർഡിനേറ്റ് ഏതാണെന്നാണ് ചോദിച്ചത്. ആ ലൈന് കട്ട് ചെയ്ത് പോകുന്ന പോയിന്റിലെ കോർഡിനേറ്റ്, ആ പോയിന്റ് കണ്ടെത്താൻ ഉദ്ദേശിച്ചത് അതിൻ്റെ കോർഡിനേറ്റ് എഴുതി വയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലൊരു ഇക്വേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. അതായത് നമ്മൾ എന്താ ചെയ്തത്, ആദ്യം ആ ഇക്വേഷൻ, അതായത് (3x square minus 7x plus 6) minus 6 അല്ലേ, -6 equal to 0, -6 equal to 0 എന്ന് കൊടുത്തു അല്ലേ. എന്നിട്ട് ഇതിൽ എയുടെ വാല്യൂ എന്നുള്ളത് നമ്മൾ 3 ആക്കി എടുത്തു. ബിയുടെ വാല്യൂ ആണ് -7 അല്ലേ. ഇനി അതുപോലെ തന്നെ ഇതിൽ സിയുടെ വാല്യൂ ആണ് -6 എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടെത്തുക. കാരണം വൈൻ്റെ വാല്യൂ നമുക്കറിയാം, എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന സമയത്ത് വൈ കോർഡിനേറ്റ്, വൈ സൂചകസംഖ്യ 0 ആയിരിക്കും ഉണ്ടാവുക അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എക്സ് കണ്ടെത്തിയാൽ മതി, ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തിയാൽ മതി, ഇതിൻ്റെ പരിഹാരം കണ്ടെത്തിയാൽ മതി. എക്സ് കണ്ടെത്താൻ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താ, എക്സ് ഇസ് ഈക്വൽ ടു -b ± √b² - 4ac ഓൾ ഡിവൈഡഡ് ബൈ 2a എന്നായിരുന്നു ഇക്വേഷൻ അല്ലേ. അപ്പോൾ ആ ഇക്വേഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നോക്കിക്കേ, ശ്രദ്ധിച്ചേ, -7 എന്ന് വരും കേട്ടോ. ഇക്വേഷനിൽ ഒരു മൈനസ് ഉണ്ട്, ബിയുടെ വാല്യൂ മൈനസ് ആണ്. അപ്പോൾ -7 ± √-7² -4ac എന്നാണ്. അപ്പോൾ 4 ഇൻറ്റു എയുടെ വാല്യൂ 3 അല്ലേ, 3 ഇൻറ്റു സിയുടെ വാല്യൂ -6. ഓക്കെ അല്ലേ, ഡൗട്ട് ഇല്ലല്ലോ. ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എ, അപ്പോൾ 2 ഇൻറ്റു 3. റെഡി അല്ലേ. ഇനി അടുത്തത് ഈക്വൽ ടു -7 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വരും, +7 എന്ന് വരും. √-7² എന്ന് പറഞ്ഞാൽ എന്ത് വരും, -7² എന്താ, 49 ആണ്. ഓക്കെ, ഇനി അടുത്തത് -4 ഇൻറ്റു 3 ഇൻറ്റു 6 ആണ് അല്ലേ. അപ്പോൾ ഇതിൽ ഈ മൈനസും കൂടെ എന്താവും, പ്ലസ് ആയിട്ട് മാറും അല്ലേ. 4 ഇൻറ്റു 3 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 72 എന്ന് വരും. ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ എന്ത് വരും, 6 എന്ന് വരും. ക്ലിയർ അല്ലേ. നോക്കിക്കേ, ഇതിൽ ഈ പ്ലസ് ആയത് എങ്ങനെയാ മനസ്സിലായോ. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ഈ 2 മൈനസും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് വരും, പ്ലസ് വരും. ഈ 4ഉം 3ഉം 6ഉം മൾട്ടിപ്ലൈ ചെയ്താണ് 72. പക്ഷെ അതിൻ്റെ സൈൻ, അതിൻ്റെ ചിഹ്നം പ്ലസ് ആണ്. ഓക്കെ, ഇനി ഇത് ബാക്കി സോൾവ് ചെയ്യുന്ന സമയത്ത് ഈക്വൽ ടു 7 ± √-49 + 72 എന്നാണ് അല്ലേ. 49 + 72 എന്ന് പറഞ്ഞാൽ 121. ഡിവൈഡഡ് ബൈ എന്താ, 6 ആണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ എന്താണ്, 6 ആണ്. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു 7 ± 21ൻ്റെ റൂട്ട് 121ൻ്റെ 121ൻ്റെ റൂട്ട് നമുക്കറിയാം 11 ആണ് അല്ലേ. 11 ഡിവൈഡഡ് ബൈ എത്രയാ, 6, 6 ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ബാക്കി എങ്ങനെ ചെയ്യാൻ നോക്കിക്കേ. ഇത് നമുക്ക് ഇവിടെ എഴുതാം കേട്ടോ. ഇതിൻ്റെ ബാക്കി എങ്ങനെ വെച്ചാൽ, ഒന്ന് എക്സ് ഇസ് ഈക്വൽ ടു 7, ആദ്യം പ്ലസ് കൊടുക്കുക. അപ്പോൾ 7 + 11 / 6 ഈക്വൽ ടു, അപ്പോൾ 7 + 11 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 18 വരിക, 18 വരിക. 18/6 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 വരിക. അപ്പോൾ എക്സ് അവിടെ ഒന്ന് കിട്ടി അല്ലേ, എക്സ് 3 അല്ലേ. ദെൻ അടുത്ത എക്സ് ഓർ അല്ലെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു, ആദ്യം പ്ലസ് വെച്ച് ചെയ്തു, ഇനി മൈനസ് വെച്ച് ചെയ്യണം അല്ലേ. അപ്പോൾ 7 - 11 ഡിവൈഡഡ് ബൈ 6, 7 - 11 ഡിവൈഡഡ് ബൈ 6 ദാറ്റ്സ് ഈക്വൽ ടു -4 അല്ലേ വരിക, -4/6 അല്ലേ വരിക. സിംപ്ലിഫൈ ആണെങ്കിൽ -2/3 അല്ലേ വരിക. ഇനി നമ്മൾ ആ ഒരു കോർഡിനേറ്റ്, ആ സൂചകസംഖ്യ എഴുതാൻ പോവുകയാണ്. ഇതുവരെ ചെയ്തത് മനസ്സിലായോ. ആദ്യം ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് സോൾവ് ചെയ്തിട്ട് എക്സിൻ്റെ 2 വാല്യൂസ് കണ്ടെത്തി. അപ്പോൾ ഒരു പോയിന്റ് 3 ആണ്. വൈ കോർഡിനേറ്റ് നമുക്കറിയാം, എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ വൈ കോർഡിനേറ്റ് 0 വരിക. അപ്പോൾ 3 0.
ഓക്കെ, ദെൻ അടുത്ത എക്സ് കോർഡിനേറ്റ് -2/3 ആണ്. -2/3 വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും വരിക. വൈ സൂചകസംഖ്യ 0 ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ഇതാണ് ആ പോയിന്റ് 30 -2/3 0. ക്ലിയർ ആയില്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയിക്കൂടെ? ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഇതേ ഇക്വേഷൻ കയറി വരുന്നതാണ് കേട്ടോ. അപ്പോൾ 7 times a number subtracted from the square of this number gives 78. What is the number? ഒരു സംഖ്യയുടെ വർഗത്തിൽ നിന്നും സംഖ്യയുടെ 7 മടങ്ങ് കുറച്ചപ്പോൾ 78 കിട്ടി. സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചത്. നമുക്ക് സോൾവ് ചെയ്യാം അല്ലേ? അപ്പോൾ ആ നമ്പർ, ആ സംഖ്യ നമ്മൾ പതിവ് പോലെ എന്താക്കി എടുക്കുന്നു? എക്സ് ആക്കി എടുക്കുന്നു. അപ്പോൾ ആ എക്സിൻ്റെ 7 times ഏതെന്നാ കുറയ്ക്കുന്നത്? 7 മടങ്ങ് ഏതെന്നാ കുറയ്ക്കുന്നത്? അതിൻ്റെ സ്ക്വയർ എന്നാണ്, അതിൻ്റെ വർഗത്തിൽ നിന്നാണ്. അപ്പോൾ നമ്പർ നമ്മൾ എന്താക്കി എടുത്തു? സംഖ്യ നമ്മൾ എന്താക്കി എടുത്തു? എക്സ് ആക്കി എടുത്തു. അപ്പോൾ എക്സ് സ്ക്വയർ, അതിൻ്റെ വർഗം, അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയറാണ്. അതിൽ നിന്ന് അതിൻ്റെ 7 times 7 മടങ്ങ് കുറയ്ക്കുകയാണ്. അപ്പോൾ 7x ഗീവ് 78, 78 കിട്ടി എന്നാണ് പറഞ്ഞത് അല്ലേ? ഇനി ഇതിന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടെത്തിയ ആൻസറായി. അപ്പോൾ ഈ എക്സിൻ്റെ വാല്യൂ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ =0 എന്ന് കിട്ടണം. =0 ആകണമെങ്കിൽ ഈ 78 എന്നുള്ളത് ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇതിൻ്റെ സൈൻ ഇവിടെ പ്ലസ് ആണ്. ഇത് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്താ വരിക? x² -7x -78 0 ആണല്ലോ. ഇതിൽ എയുടെ വാല്യൂ എത്രയാ? 1. ബിയുടെ വാല്യൂ എത്രയാ? -7. സിയുടെ വാല്യൂ എത്രയാ? -78 ആണല്ലോ. എക്സിൻ്റെ വാല്യൂ കണ്ടെത്താൻ നമ്മൾ പഠിച്ച വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് x = ഏതാ ഇക്വേഷൻ? -b ± √b² - 4ac all divided by 2a. നിങ്ങൾ 10ാം ക്ലാസ്സിൽ നിന്ന് ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും മറക്കില്ല കേട്ടോ. കാരണം പഠിക്കാൻ അത്രയും ബുദ്ധിമുട്ടായതുകൊണ്ട് മറക്കില്ലല്ലോ. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പഠിച്ച് മറക്കില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മൈനസ് ബിയുടെ വാല്യൂ എന്താ? -7. അപ്പോൾ -7 ± √(-7)² മൈനസ് 4 ഇൻറ്റു എയുടെ വാല്യൂ 1 ഇൻറ്റു സിയുടെ വാല്യൂ -78 ആണ്. -78 ആണ്, മറക്കരുത്. -78 ആണ്. ഓൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എ. അപ്പോൾ 2 ഇൻറ്റു 1. ഓക്കെ അല്ലേ? ദാറ്റ്സ് ഈക്വൽ ടു ഈ -7 എന്ന് പറയുന്നത് +7 അല്ലേ വരിക? ±√(-7)² എന്ന് പറഞ്ഞാൽ 49 അല്ലേ വരിക? ഇനി നോക്കി, ഈ 4 ഇൻറ്റു 78 അല്ലേ? അതായത് ഈ മൈനസും കൂടെ എന്താവും? പ്ലസ് ആയിട്ട് മാറും. 4 ഇൻറ്റു 78 എന്ന് പറഞ്ഞാൽ 312 എന്ന് വരും. ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 2. ഓക്കെ, ദെൻ അടുത്തത് ബാക്കി ഇതിൻ്റെ സോൾവ് ചെയ്യുക. ഇങ്ങോട്ട് നോക്കൂ. ദാറ്റ്സ് ഈക്വൽ ടു, ഇനി അതിലേക്ക് നമ്മൾ 7 അവിടെ എഴുതി, ± എഴുതി, റൂട്ട് എഴുതി, √(-) ഇനി ഈ 49ഉം 312ഉം തമ്മിൽ ആഡ് ചെയ്തു അല്ലേ? അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 361 എന്ന് കിട്ടും. ഓക്കെ, 361 എന്ന് കിട്ടും. ഇനി ഡിവൈഡഡ് ബൈ എന്താണ് ഇവിടെ? 2 ആണ്. അപ്പോൾ ഈക്വൽ ടു 7 ± അതിൻ്റെ റൂട്ട് എന്താ? 19 ആണ് അല്ലേ? 19 ഡിവൈഡഡ് ബൈ 2 ആണ്. ഓക്കെ, ദെൻ ദാറ്റ്സ് ഈക്വൽ ടു ഫസ്റ്റ് x = 7. ആദ്യം പ്ലസ് കൊടുത്തു, +19/2 അല്ലേ? 19ക്ക് 7 ആഡ് ചെയ്യാണ്. 19ക്ക് 7 ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 26 ആ വരിക അല്ലേ? 26/2 എന്ന് പറഞ്ഞാൽ 13 ആ വരിക. ഓക്കെ, എക്സിൻ്റെ ഒരു വാല്യൂ ആയി. ഓർ അല്ലെങ്കിൽ x = 7 - 19 ഡിവൈഡഡ് ബൈ 2. 7 - 19 ഡിവൈഡഡ് ബൈ 2 ദാറ്റ്സ് ഈക്വൽ ടു -12 അല്ലേ വരിക? -12/2 എന്ന് പറഞ്ഞാൽ -6 അല്ലേ വരിക? ഓക്കെ, അപ്പോൾ ആ നമ്പർ നമുക്ക് കിട്ടി. സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ 2 സംഖ്യ കിട്ടും. ഏതൊക്കെയാ? ഒന്ന് 13ഉം ഒന്ന് -6ഉം ആണ്. ഓക്കെ, അപ്പോൾ ഇതിലും നമ്മൾ അപ്ലൈ ചെയ്തത് നമ്മളെ ഈ ഇക്വേഷൻ തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യെസ്, ഇത് നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് പറഞ്ഞ സമയത്തും പറഞ്ഞൊരു ചോദ്യമാണ്.
അപ്പോൾ അതിൽ നമ്മൾ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് വർഗത്തികവ് വെച്ചിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക കേട്ടോ. അപ്പോൾ ഇവിടെ ഹൗ മെനി ടേംസ് ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് 7, 11, 15 എക്സെട്ര സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഫസ്റ്റ് ആർ ടു ബി ആഡഡ് ടു ഗെറ്റ് 168. 7, 11, 15 എന്ന സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ എത്ര പദങ്ങൾ കൂട്ടിയാലാണ് 168 കിട്ടുന്നത് എന്നാണ് ചോദ്യം അല്ലേ. നമുക്കിതിൻ്റെ സമ്മിൻ്റെ ഓൾജിബ്രിക് ഫോം തുകയുടെ ബീജഗണിത രൂപം എഴുതിയിട്ടുണ്ടെങ്കിൽ നേരെ അത് ചെയ്യാൻ പറ്റും. നമ്മൾ പഠിച്ചതാ ഏതാത് pn² + qn, pn² + qn. അതാണ് ആ സമ്മ് 168 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചതാണ് d/2 ആണ് അല്ലേ. d/2 ആണ് പി. ഇതിൻ്റെ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം എത്രയാ? 4 ആണ്. അപ്പം 4/2 അല്ലേ. 4/2 എന്താ? 4/2 എന്താ? 2 ആണ്. അപ്പം പിക്ക് പകരം 2 കൊടുത്തു. 2n² പ്ലസ് ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടേമിൽ നിന്ന് പി മൈനസ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് ടേമിൽ നിന്ന് പി എന്ന് പറഞ്ഞാൽ 2 അല്ലേ. അപ്പോൾ 2 മൈനസ് ചെയ്യുക. അപ്പോൾ 5 അല്ലേ കിട്ടുക. അപ്പോൾ ഈ ഇക്വേഷനിൽ കൊടുക്കുക 2n² + 5n = ഏതാ? 160. ഓക്കെ, അപ്പോൾ ഇത് ഈക്വൽ ടു 0 ആക്കാൻ വേണ്ടി 2n² + 5n ഇവിടെ പ്ലസ് 160 എന്നാണ്. അത് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ -160 ഈക്വൽ ടു ആരാ? 0. ഓക്കെ, ഇതിൽ എയുടെ വാല്യൂ എത്രയാ? 2 ആണ്. ബിയുടെ വാല്യൂ എത്രയാ? 5 ആണ്. സിയുടെ വാല്യൂ എത്രയാ? -160 ആണ് അല്ലേ. ഇതിൽ എന്നിൻ്റെ വാല്യൂ കണ്ടെത്തണം. എന്നിൻ്റെ വാല്യൂ കണ്ടെത്താൻ നമ്മൾ ഏത് ഇക്വേഷനാണ് ഉപയോഗിക്കുക? -b ± √b² - 4ac all divided by 2a. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ ബിക്ക് പകരം 5 എന്ന് കൊടുക്കുക, എക്ക് പകരം 2 എന്ന് കൊടുക്കുക, സിക്ക് പകരം -160 എന്ന് കൊടുക്കുക. എന്നിട്ട് അത് സോൾവ് ചെയ്തിട്ട് എന്ത് കണ്ടെത്തുക? n കണ്ടെത്തുക. മക്കളെ n കണ്ടെത്തുമ്പോൾ അവിടെ ± ഒക്കെ വെച്ചിട്ട് നിങ്ങൾ ചെയ്യും അല്ലേ. അപ്പോൾ എന്നിൻ്റെ വാല്യൂ അവിടെ 2 വാല്യൂസ് കിട്ടും. ഒന്ന് പോസിറ്റീവ് ഉണ്ടായിരിക്കാം, ഒന്ന് നെഗറ്റീവ് ഉണ്ടായിരിക്കാം. ഏതാണ് അതിലെ യഥാർത്ഥ വാല്യൂ? പോസിറ്റീവാണ്. കാരണം n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസ് ആണ്, പദങ്ങളുടെ എണ്ണാണ്. അതെപ്പോഴെങ്കിലും നെഗറ്റീവ് വരുമോ? ഇല്ല. അപ്പോൾ ആ ± ആവശ്യമില്ല. നിങ്ങൾ ആ പ്ലസ് വെച്ച് മാത്രം ചെയ്താലും മതി കേട്ടോ. മൈനസ് വെച്ച് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ക്ലിയർ അല്ലേ? പറഞ്ഞ് ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് ഫുൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒക്കെ റിപ്പീറ്റേഷൻ ആണ്. അതുകൊണ്ട് ഇത് ചെയ്യുന്നത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. പറഞ്ഞ മനസ്സിലായോ? ഒന്നും കൂടെ പറയാം. ഇത് pn² + qn = 160 ആയിരുന്നു. പി എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസിൻ്റെ ഹാഫ്, പൊതുവ്യത്യാസത്തിൻ്റെ പകുതി 2. അപ്പോൾ 2n² + q എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേമിൽ നിന്ന് p മൈനസ് ചെയ്യുക 5. അപ്പോൾ 5n = 160. നമുക്ക് =0 ആക്കണം. അതിന് 160 അങ്ങോട്ട് കൊണ്ടുവരിക. ഇവിടെ 160ൻ്റെ സൈന് പ്ലസ് ആണ്, അത് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് ആണ്. ഇവിടെ എയുടെ വാല്യൂ 2 ആണ്, ബിയുടെ വാല്യൂ 5 ആണ്, സിയുടെ വാല്യൂ ആണ് -160. എന്നിൻ്റെ വാല്യൂ കണ്ടെത്താൻ വേണ്ടി നിങ്ങൾ ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. -b ± √b² - 4ac all divided by 2a. നമ്മൾ ഇത് ചെയ്യാത്തത് ഓൾറെഡി 2 ചോദ്യം നമ്മളിപ്പോൾ ഇത് ചെയ്താൽ അത് വെച്ചിട്ട് ചെയ്താൽ. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്തു നോക്കുക കേട്ടോ. എന്നിൻ്റെ വാല്യൂ കണ്ടെത്തുക. ഓർക്കുക, എന്നിൻ്റെ വാല്യൂ എന്തായിരിക്കും? എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ക്ലിയർ അല്ലേ? അടുത്ത ദിവസം പറയട്ടെ. യെസ്, ഇവിടെ അത് തന്നെ. From 2 onwards, how many consecutive even numbers must be added to get the sum 552? 2 മുതലുള്ള തുടർച്ചയായ എത്ര ഇരട്ട സംഖ്യകൾ കൂട്ടിയാലാണ് 552 കിട്ടുന്നത്? ഇരട്ട സംഖ്യകളുടെ തുക കണ്ടെത്താൻ ഇക്വേഷൻ എന്താ? അതായത് സം ഓഫ് ഈവൻ നമ്പേഴ്സ് എന്താ? n × n + 1. സം ഓഫ് ഈവൻ നമ്പേഴ്സ് n × n + 1 ഈക്വൽ ടു ആ സമ്മാണ് ആ 552 എന്ന് പറയുന്നത്. ആ തുകയാണ് 552 എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ എന്നിൻ്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. n × n n² പ്ലസ് n × 1 1n ഈക്വൽ ടു 552. 552. നമുക്ക് ഈക്വൽ ടു 0 എന്ന് കിട്ടണം. ഈക്വൽ ടു 0 എന്ന് കിട്ടണമെങ്കിൽ ഈ 552 ഇങ്ങോട്ട് കൊണ്ടുവരിക. ഇതിൻ്റെ സൈൻ ഇവിടെ പ്ലസ് ആണ്, ഇത് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. അതായത് n² + n - 552 ഈക്വൽ ടു 0. ഓക്കെ അല്ലേ? ഇതിൽ എയുടെ വാല്യൂ എത്രയാ?
അതായത് എൻ സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ്, എൻ സ്ക്വയറിനെ ഗുണിച്ച നമ്പറാണ് എ. ആ എയുടെ വാല്യൂ 1. ഇനി അടുത്തത് ബിയുടെ വാല്യൂ എന്നിൻ്റെ കോയിഫിഷ്യൻ്റ്, എന്നിനെ ഗുണിച്ച നമ്പർ ആയിരിക്കും ബി, അപ്പോൾ ബിയുടെ വാല്യൂ 1. ലാസ്റ്റ് കാണുന്ന നമ്പറാണ് സി, അപ്പോൾ സിയുടെ വാല്യൂ -552 -552. അതിൽ എന്നിൻ്റെ വില കണ്ടുപിടിക്കാൻ നമ്മളിപ്പോൾ പഠിച്ച ഇക്വേഷൻ അല്ലേ, എൻ ആണെങ്കിൽ എൻ, എക്സ് ആണെങ്കിൽ എക്സ്, അത് കണ്ടെത്താൻ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താ? -b ± √b² - 4ac all divided by 2a എന്ന് പറഞ്ഞ ഇക്വേഷനിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അവിടെ എക്ക് പകരം 1 കൊടുക്കുക, ബിക്ക് പകരം 1 കൊടുക്കുക, സിക്ക് പകരം -552 കൊടുക്കുക. അത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും എൻ അല്ലേ. എന്നിൽ നെഗറ്റീവ് ഉണ്ടെങ്കിലോ ആ വാല്യൂ വേണോ? വേണ്ട, നമുക്ക് കറക്റ്റായിട്ട് പോസിറ്റീവ് വാല്യൂ മാത്രം മതി, പോസിറ്റീവ് ഉള്ള വില മാത്രം മതി. കാരണം എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേം ആണ്, പദങ്ങളുടെ എണ്ണമാണ്. അതൊരിക്കലും എന്ത് വരില്ല? നെഗറ്റീവ് വരില്ല. അപ്പോൾ മക്കളെ, നേരത്തെ ഞാൻ പറഞ്ഞ അതേപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ ചെയ്യല്ലോ, റിപ്പീറ്റ് ചെയ്യേണ്ടെന്ന് വെച്ചിട്ടാട്ടോ. ഓക്കെ, ദെൻ അപ്പോൾ ഈ ഒരു ചോദ്യത്തോടു കൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ പ്രധാനപ്പെട്ട കണ്ടന്റ് നമ്മൾ കവർ ചെയ്തു. അപ്പോൾ അതിൽ 2 ചോദ്യത്തിൽ നിങ്ങൾക്ക് ഇതുപോലെ എന്നിൻ്റെ വാല്യൂ കണ്ടെത്താനുള്ളത് നിങ്ങൾ കണ്ടെത്തണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. മക്കൾ അത് ചെയ്ത് നോക്കുക, അതിൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.